Good morning, students. Today we start a new module for electrical engineering. Electrical engineering. Here, the chapter 13, Introduction and Basic Concepts of Electrical Engineering. We can see, touch or smell electricity, but we can feel it by its effects. നമുക്ക് ഇലക്ട്രിസിറ്റിയെ കാണാൻ കഴിയത്തില്ല, തൊടാൻ കഴിയത്തില്ല, അതുപോലെ സ്മെല്ലും ലഭിക്കത്തില്ല. അതേസമയം നമുക്കതിൻ്റെ എഫക്റ്റുകൾ മൂലം നമുക്കത് മനസ്സിലാക്കാം, ഒരു ഇലക്ട്രിസിറ്റി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. When we switch on a lamp, it glows. When we switch on a fan, it rotates. Similarly, when we switch on a heater, it emits heat. നമ്മളൊരു ലാമ്പ് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ലാമ്പ് പ്രകാശിക്കും. അതുപോലെ തന്നെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഫാൻ കറങ്ങാൻ തുടങ്ങും. അതുപോലെ തന്നെ ഒരു സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്ററിൽ നിന്നും ഹീറ്റ് എമിറ്റ് ചെയ്യും. അപ്പോൾ അതെല്ലാം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഓക്കെ. Electrical engineering is the field of engineering that deals with the study and applications of electricity, electronics and electromagnetism. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയെക്കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ അപ്ലിക്കേഷനെ കുറിച്ചും പിന്നീട് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോമാഗ്നറ്റിസം തുടങ്ങിയവയെല്ലാം അപ്ലിക്കേഷനെ കുറിച്ചും അവയെക്കുറിച്ചും പഠിക്കുന്ന പഠനശാഖയാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. Here we are going to study the fundamental concepts and terms used in electrical engineering. നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് ടേംസ് പദങ്ങളാണ്. such as electric current, electrical potential, potential difference, electromotive force അഥവാ EMF, resistance, power, energy, etc. ഇത്തരം കുറച്ച് ടേംസ് ആണ് നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത്. To study about electricity, we need a clear understanding of atomic structure. നമ്മൾ ഇലക്ട്രിസിറ്റിയെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമുക്ക് ആറ്റോമിക് സ്ട്രക്ചറിനെ കുറിച്ചൊരു നല്ല അറിവുണ്ടായിരിക്കണം. You have already studied the structure of an atom. നിങ്ങൾ മറ്റു ക്ലാസ്സുകളിൽ, കെമിസ്ട്രി ക്ലാസ്സുകളെല്ലാം ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ടാവും. An atom consists of a center part known as nucleus. It contains protons and neutrons. നമ്മുടെ ആറ്റത്തിൻ്റെ സെൻട്രൽ ഭാഗത്തിനെ ന്യൂക്ലിയസ് എന്നാണ് അറിയപ്പെടുക. ആ ന്യൂക്ലിയസിൽ എന്തെല്ലാം ഉണ്ടാവും? അതിൽ പ്രോട്ടോൺസ് ഉണ്ടാവും, ന്യൂട്രോൺസ് ഉണ്ടാവും. ദ പോസിറ്റീവ് ചാർജ്ഡ് പ്രോട്ടോൺ ആൻഡ് ചാർജ്ലെസ് ന്യൂട്രോൺ മെയ്ഡ് ദ ന്യൂക്ലിയസ് പോസിറ്റീവ് ഇൻ ചാർജ്. ആ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ് ഉണ്ടാവുക. അതേസമയം ന്യൂട്രോണ് ഒരു ചാർജും ഉണ്ടാകത്തില്ല. ആയതുകൊണ്ട് തന്നെ ആ ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആവും. ഓക്കെ. അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് ഇൻ ഡിഫറെൻറ്റ് ഓർബിറ്റ്സ്. നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റുഭാഗത്തും വിവിധ ഓർബിറ്റുകളിലായി ഇലക്ട്രോൺസ് അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇലക്ട്രോൺസ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ്. ഇലക്ട്രോൺസിൻ്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അപ്പോൾ പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവും ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവും. അതേസമയം ന്യൂട്രോണിന് ചാർജ് ഇല്ല. ഓക്കെ. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അണ്ടർ നോർമൽ കണ്ടീഷൻസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ എൻ ആറ്റം. സാധാരണ കണ്ടീഷനിൽ ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും തുല്യമായിരിക്കും. Therefore, an atom is electrically neutral. അതുകൊണ്ട് ഒരു ആറ്റം എപ്പോഴും ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ്,
ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സ് ഓഫ് ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. ഇലക്ട്രിക് സർക്യൂട്ടിലെ ഇമ്പോർട്ടൻ്റ് പാരാമീറ്റേഴ്സ് നമുക്ക് ഓരോന്നോരോന്നായി പഠിക്കാം. ഫസ്റ്റ് വൺ, ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ട് ഈസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ്. ഇലക്ട്രോണുകളുടെ പ്രവാഹത്തെയാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഫ്ലോസ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. ഇലക്ട്രോണുകൾ എവിടുന്ന് എങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്? ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് അത് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുക. നോക്കാം നമുക്ക്. ഇറ്റ് ഈസ് സിമിലർ ടു ദി ഫ്ലോ ഓഫ് വാട്ടർ. ഇത് വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ അതേ രൂപത്തിലാണ് നമ്മുടെ ഇലക്ട്രോൺസിൻ്റെയും ഫ്ലോ. വെള്ളം എങ്ങനെയാണ് ഒഴുകുക? വാട്ടർ ഫ്ലോസ് ഫ്രം എ ഹയർ ലെവൽ ടു എ ലോവർ ലെവൽ. വെള്ളം എപ്പോഴും ഒഴുകുന്നത് ഒരു ഉയർന്ന സ്ഥലത്ത് നിന്നും ഒരു താഴ്ന്ന സ്ഥലത്തേക്കാണ് വെള്ളം ഒഴുകുക. അതേസമയം താഴ്ന്ന സ്ഥലത്ത് നിന്ന് ഉയർന്ന സ്ഥലത്തേക്ക് വെള്ളം ഒഴുകണമെങ്കിൽ നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു പമ്പ് ഉപയോഗിക്കണം. ഓക്കെ. ഇഫ് സം ഇലക്ട്രോൺസ് ആർ റിമൂവ്ഡ് ഫ്രം ദ ആറ്റം ഇറ്റ് ബിക്കംസ് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ. നമ്മുടെ ഒരു ആറ്റത്തിൽ നിന്നും കുറച്ച് ഇലക്ട്രോൺസുകൾ നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ, ഒരു ആറ്റത്തിൽ നിന്നും ഇലക്ട്രോൺസുകൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ അതെന്ത് സംഭവിക്കും? അത് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണായി മാറും. അപ്പോൾ അതിന് ഒരു ഇലക്ട്രോൺ പോയാൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോട്ടോണിൻ്റെ എണ്ണവും ഇലക്ട്രോണിൻ്റെ എണ്ണവും തുല്യമായതുകൊണ്ട് അതിൽ നിന്നും ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ അതിന് പോസിറ്റീവ് ചാർജ് വരും. അത് പോസിറ്റീവ് ചാർജ്ഡ് അയോണായിട്ട് മാറും. സിമിലർലി ഇഫ് ആൻ ആറ്റം ഗെയിൻസ് ഇലക്ട്രോൺസ് then the atom becomes negative ion. അതുപോലെ തന്നെ ഈ ഒരു ആറ്റത്തിന് ഒരു ഇലക്ട്രോണിനെ കിട്ടുകയാണെങ്കിലും ആ ആറ്റം എന്തായി മാറും? ഒരു നെഗറ്റീവ് അയോണായിട്ട് മാറും. ഓക്കെ. അപ്പോൾ ഒന്ന് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അത് പോസിറ്റീവ് അയോണായിട്ട് മാറും. അതേസമയം ആറ്റത്തിന് ഒരു ഇലക്ട്രോണിനെ കിട്ടുകയാണെങ്കിൽ അത് നെഗറ്റീവ് അയോണായിട്ട് മാറും. ഇൻ ദ ഫിഗർ ഷോൺ എബവ് A is negatively charged and B is positively charged. നിങ്ങളുടെ പുസ്തകത്തിൽ നോക്കുക. പുസ്തകത്തിൽ എയും ബിയും കാണിച്ചിട്ടുണ്ട്. അതിൽ എയുടെ ചുറ്റുഭാഗത്തും നമ്മുടെ ഇലക്ട്രോൺസിൻ്റെ നെഗറ്റീവ് ചിഹ്നങ്ങൾ കാണിച്ചിട്ടുണ്ട്. ബിയുടെ ചുറ്റുഭാഗത്തും പോസിറ്റീവ് ചിഹ്നങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എ നെഗറ്റീവ്ലി ചാർജ്ഡുമാണ്, ബി പോസിറ്റീവ്ലി ചാർജ്ഡുമാണ്. When they are connected electrons flow from A to B. നമ്മുടെ ആ എയും ബിയും ആറ്റങ്ങൾ പരസ്പരം നമ്മളൊരു കണ്ടക്ടർ ഉപയോഗിച്ച് അല്ലെങ്കിൽ വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ എയിലുള്ള ഇലക്ട്രോൺസ് എല്ലാം ബിയിലേക്ക് എന്ത് ചെയ്യും? ഫ്ലോ ചെയ്യും. ഓക്കെ. അതേസമയം അതിൻ്റെ കൺവെൻഷണൽ കറണ്ട് എന്ന് പറയുന്നത് എവിടെ നിന്ന് എങ്ങോട്ടാണ്? പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ്. ഇലക്ട്രോൺസ് ഫ്ലോ എന്ന് പറയുന്നത് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കാണെങ്കിലും അതിൻ്റെ കൺവെൻഷണൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ്. All of you would have seen electric cells of various shapes used in toys or torch lights. How the electron flow in a cell takes place is explained below. നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം, നമ്മൾ വിവിധ ടോയ്സിലൊക്കെ ഉപയോഗിക്കുന്ന ടോർച്ച് ലൈറ്റുകൾ പോലുള്ള ഉപയോഗിക്കുന്ന സെല്ലുകൾ, ഇലക്ട്രിക് സെല്ല് എന്ന് പറയുന്നത് നമ്മൾ അതിന് ചില ആളുകൾ ബാറ്ററി എന്ന് പറയും. അപ്പോൾ അതിനെ ഡ്രൈ സെല്ല് എന്നാണ് ശരിക്കും പറയാം. അപ്പോൾ ഡ്രൈ സെല്ല് അതുപോലെ ബാറ്ററികളൊക്കെ അതിലൊക്കെ എങ്ങനെയാണ് ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം. ഇൻ എൻ സെൽ there are two electrodes immersed in a electrolyte. ഒരു ഇലക്ട്രോലൈറ്റിൽ രണ്ട് ഇലക്ട്രോഡുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇറക്കി വെച്ചിട്ടുണ്ടാവും. ഒരു ഇലക്ട്രോലൈറ്റിൽ രണ്ട് ഇലക്ട്രോഡുകൾ ഇറക്കി വെച്ചിട്ടുണ്ടാവും. ഒരു സെല്ലിൻ്റെ കാര്യമാണ് പറയുന്നത്. ഡ്യൂ ടു കെമിക്കൽ ആക്ഷൻ വൺ ഇലക്ട്രോഡ് ബിക്കംസ് പോസിറ്റീവ്ലി ചാർജ്ഡ്. രാസപ്രവർത്തനത്തിന്റെ ഫലമായി അതിൽ ഒരു ഇലക്ട്രോഡ് എന്തായിരിക്കും? പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡായിരിക്കും. അതിനെ ആനോഡ് എന്ന് പറയും നമ്മൾ. ആനോഡ് അഥവാ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡ്. ദ അതർ ഇലക്ട്രോഡ് ബിക്കംസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. മറ്റ് ഇലക്ട്രോഡ്, രണ്ട് ഇലക്ട്രോഡിൽ ഒരു ഇലക്ട്രോഡ് പോസിറ്റീവ് ചാർജും
മറ്റേ ഇലക്ട്രോഡ് നെഗറ്റീവ് ചാർജ് ഉള്ളതായിരിക്കും. ആ നെഗറ്റീവുള്ള ചാർജുള്ള ഇലക്ട്രോഡിന് നമ്മൾ കാഥോഡ് എന്നാണ് പറയുക. കാഥോഡ്. If a bulb is connected across these electrodes, then the bulb glows. ഈ ഇലക്ട്രോഡ്സിന് രണ്ട് ഇലക്ട്രോഡ് നമ്മുടെ ആനോഡിൻ്റെയും കാഥോഡുമായി ഒരു ഇലക്ട്രിക് ബൾബ് കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ ബൾബ് ഗ്ലോ ചെയ്യും. പോസിറ്റീവിൽ നിന്നൊരു വയർ എടുത്തിട്ട് ബൾബിലേക്ക് കൊടുക്കുന്നു, അതുപോലെ തന്നെ നെഗറ്റീവിൽ നിന്നും ഒരു വയർ എടുത്ത് ബൾബിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബൾബ് ഗ്ലോ ചെയ്യാൻ തുടങ്ങും. This is due to the flow of electrons from cathode to anode through the bulb. അതെന്തുകൊണ്ടാണ് ബൾബ് ഗ്ലോ ചെയ്യാൻ കാരണം? ഇവിടെ കാഥോഡിൽ നിന്നും ഇലക്ട്രോൺസ് ആനോഡിലേക്ക് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. കാഥോഡിൽ നിന്നും ഇലക്ട്രോൺസ് ആനോഡിലേക്ക് ഫ്ലോ ചെയ്യും. ഏത് വഴിയാണ് ഫ്ലോ ചെയ്യുന്നത്? നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന വയറ്, അതുപോലെ ബൾബ്, അതിനുള്ളിൽ കൂടിയാണ് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുക. മനസ്സിലായല്ലേ? അങ്ങനെ ഇലക്ട്രോൺസ് കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് ബൾബ് വഴി ഫ്ലോ ചെയ്യാൻ തുടങ്ങുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ബൾബ് ഗ്ലോ ചെയ്യുന്നത്. ഫോർ ഹിസ്റ്റോറിക്കൽ റീസൺസ് കൺവെൻഷണൽ ഡയറക്ഷൻ ഓഫ് എ കറണ്ട് ഈസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. ചരിത്രപരമായ കാരണങ്ങളാൽ കൺവെൻഷണൽ കറണ്ട് എന്ന് പറയുന്നത് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ് ഫ്ലോ ചെയ്യുക. നേരത്തെ നമ്മൾ പറഞ്ഞു കൺവെൻഷണൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ്. അതേസമയം ഇലക്ട്രോൺ ഫ്ലോ എന്ന് പറയുന്നത് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കാണ്. ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഐ ഈസ് ആംബിയർ. ഇലക്ട്രിക് കറണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ഐ ആണ്. യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് ആംബിയർ ആൻഡ് ഈസ് റെപ്രസെന്റഡ് ബൈ എ. ക്യാപിറ്റൽ ലെറ്റർ എ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആംബിയറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ദ കറണ്ട് ഈസ് മെഷേർഡ് ബൈ അമ്മീറ്റർ. കറണ്ട് മെഷർ ചെയ്യുക സാധാരണയായിട്ട് അമ്മീറ്റർ ഉപയോഗിച്ചിട്ടാണ് കറണ്ട് മെഷർ ചെയ്യുക. ഇലക്ട്രോൺ ഫ്ലോയുടെ തീവ്രത മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അമ്മീറ്റർ. അമ്മീറ്റർ ഉപയോഗിച്ചിട്ടാണ് കറണ്ട് മെഷർ ചെയ്യുന്നത്. ദർ ആർ ടു ടൈപ്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. രണ്ട് തരത്തിലുള്ള ഇലക്ട്രിക് കറണ്ടുകളുണ്ട്. ദേ ആർ ഡയറക്റ്റ് കറണ്ട് or DC and alternating current or AC. സാധാരണയായിട്ട് രണ്ട് തരത്തിലുള്ള ഇലക്ട്രിക് കറണ്ട് ഉണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് ഡയറക്റ്റ് കറണ്ട് ആണ്, അതിനെ DC എന്ന് പറയും. മറ്റൊന്ന് ആൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ AC എന്ന് പറയും. DC is used in clocks, calculators, toys, mobile phones, laptops, etc. DCകൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ക്ലോക്കുകൾ ഉപയോഗിക്കുന്നത് DC ആണ്. അതുപോലെ കാൽക്കുലേറ്റർ, ടോയ്സ്, മൊബൈൽ ഫോൺസ്, ലാപ്ടോപ്പ് തുടങ്ങിയ ഉപകരണങ്ങളെല്ലാം DC ആണ് ഉപയോഗിക്കുന്നത്. ബാറ്ററീസ് ആർ വൺ സോഴ്സ് ടു ഗിവ് DC. ബാറ്ററികളാണ് നമുക്ക് DC തരുന്ന ഒരു സോഴ്സ് എന്ന് പറയുന്നത്. ബാറ്ററിയാണ് DC തരുന്ന സോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ സെല്ല് എന്ന് പറയുന്നത് DC തരുന്ന സോഴ്സ് ആണ്. ബട്ട് ഇൻ അവർ ഹോം അപ്ലയൻസ്, ലാംപ്സ്, ഫാൻസ്, റെഫ്രിജറേറ്റേഴ്സ് എക്സെട്ര work in alternating current available from the distribution network of the state electricity board. നമ്മുടെ വീട്ടിൽ ഉപകരണങ്ങളായ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അതുപോലുള്ള ലാമ്പ്, ഫാൻ, എല്ലാ സാധനങ്ങളും എന്തിനാണ് വർക്ക് ചെയ്യുന്നത്? ആൾട്ടർനേറ്റിംഗ് കറണ്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ആ ആൾട്ടർനേറ്റിംഗ് കറണ്ട് നമുക്ക് ലഭ്യമാവുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയും പോലെ ബോർഡിൽ നിന്നാണ് നമുക്ക് അവരുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് വഴി നമുക്ക് വീട്ടിലേക്ക് AC എത്തിച്ചു തരുന്നതാണ്. AC can also be produced by AC generators or alternators. AC അതുപോലെ തന്നെ KCBയിൽ നിന്നും വരുന്ന AC അല്ലാതെ നമുക്ക് വീട്ടിലും AC പ്രൊഡ്യൂസ് ചെയ്യാൻ എങ്ങനെയാണ്? ആൾട്ടർനേറ്ററോ അല്ലെങ്കിൽ AC ജനറേറ്ററൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് വീട്ടിലും AC പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഇത്രയും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു.